നമുക്കും പേടിയുണ്ടാകത്തല്ലേ. സ്ഥലം അളക്കാൻ ചെല്ലുമ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യമുണ്ട്, ഞാൻ ചിരിച്ചു പോയി. സ്ഥലം ഇളക്കാൻ ചെല്ലുമ്പോൾ കൈയും കാലും പെട്ടാൻ വേണ്ടി അവിടെ കളഞ്ഞിപ്പുണ്ട്. അപ്പോൾ വെളുപ്പിനെയൊക്കെ പേടിയാണ്. നാളെ രാവിലെ വെളുപ്പിന് സ്ഥലം ഇളക്കലാണ്. അപ്പോൾ കൈയും കാലും പെട്ടാൻ വേണ്ടി അവിടെ അളക്കാതെ നിൽക്കുകയാണ്. വെളുപ്പിന് എങ്ങനെ പോകും എന്നും പറഞ്ഞ് വിറച്ച് തെല്ലി ആണ് കിടക്കണത്. വെളുപ്പിനായപ്പോൾ ഒരു സ്വപ്നം, മാതാവ് അളവ് ചങ്ങലയും പിടിച്ച് നിൽക്കണം. മാതാവേ, അപ്പോൾ ഇവിടെ എഴുന്നേറ്റപ്പം തന്നെ ചാടി ഫ്രഷായി നേരെ പോയി. എന്താണ്? എൻ്റെ അമ്മ അവിടെ എനിക്ക് മുമ്പേ അളക്കാൻ ചെന്നിരിക്കുന്നു. കൈയിടിച്ച് കാരണത്തിന്. അപ്പൊ കലേബാണ് ഇത് ജോഷുവയുടെ കൂടെ ഉണ്ടായിരുന്നത്. വേറെ കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം മുട്ട് തല്ലിപ്പോയി, കൈവറച്ച് പോയി, നാക്ക് ഇറങ്ങിപ്പോയി. ഞങ്ങൾ പോകത്തില്ല, അവർ നമ്മളെ കൊന്നുകളയും, വിട്ടിലിനെപ്പോലെ തിന്നുകളയെന്ന് പറയുമ്പോൾ കലേബ് പറയും, നോ, കർത്താവ് അവരെ നമ്മുടെ കയ്യിൽ, എത്ര മല്ലന്മാരായാലും ശരി, കർത്താവ് അവരെ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ച് തരുമെന്ന് പറയും. ഇതിനെക്കുറിച്ച് പിന്നീട് സംഖ്യയിൽ മോസസ് പറയും, കലേബിനെക്കുറിച്ച് കമൻറ്റ് ചെയ്യുന്നുണ്ട്. ദ സ്പിരിറ്റ് ദാറ്റ് ലെഡ് കലേബ് വാസ് എ ഡിഫറെൻറ്റ് ആൻഡ് വി ആർ ടുവേഴ്സ് ദാറ്റ് സ്പിരിറ്റ്. കലേബിനെ നയിച്ച ആത്മാവ് വ്യത്യസ്തമായിരുന്നെന്ന്. വ്യത്യസ്തം, ഡിഫറെൻറ്റ്. സംഖ്യാപുസ്തകത്തിലുള്ളതാണ്. സംഖ്യാപുസ്തകം 14:24. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, സംഖ്യ 14:24. എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. പറഞ്ഞോ, എന്നെ നിന്ദിച്ചവരാരും അത് കാണുകയില്ല. എന്നാൽ എന്റെ ദാസനായ കാലേബിനെ അവൻ ഒറ്റുനോക്കിയ ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകും. സെയിം പാരഗ്രാഫ് വായിച്ചോളൂ. സംഖ്യ 14:24. അവന്റെ സന്തതികൾ, അവന്റെ സന്തതികൾ അത് കൈവശമാക്കും. എന്തെന്നാൽ അവനെ നയിച്ച ചൈതന്യം വ്യത്യസ്തമാണ്. അവൻ എന്നെ പൂർണ്ണമായി അനുഗമിക്കുകയും ചെയ്തു. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. പണ്ട് മോസസ് പറഞ്ഞില്ലേ കർത്താവിനോട്, ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ, 33:16 പുറപ്പാട് പുസ്തകം 33:16 എന്ന് പറഞ്ഞ്, അങ്ങ് ഞങ്ങളുടെ കൂടെ വരികയാണെങ്കിൽ ഭൂമുഖത്തുള്ള സകല മനുഷ്യരെക്കാളും ഞങ്ങൾ വ്യത്യസ്തരായിരിക്കും. അത് തന്നെയല്ല മോസസ് ഇപ്പോഴ് കലേബിനെ കുറിച്ച് പറയണത്. മറ്റാരെയും അന്ന് ഒറ്റുനോക്കാൻ പോയപ്പോഴേ വിറച്ചല് വീണ ആൾക്കാരെ ആർക്കും അവകാശം കൊടുത്തില്ല. സ്വന്തം മെരിറ്റിൽ ആശ്രയിച്ചവർക്ക് അവകാശമില്ല. ഉടമ്പടി വർക്ക് ചെയ്യണത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എന്താണ്? അവർക്ക് അവകാശമില്ല. കലേബ് കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തി. ദൈവം ഏൽപ്പിച്ചു തരാൻ പോകുന്ന ജനതയെ കണ്ടപ്പോഴേ വിറച്ച് അവരെ കീഴടക്കാൻ ഞങ്ങൾക്ക് പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ അവിശ്വസിച്ചവർക്ക് അവകാശമില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിച്ച കലേബ്, ദ സ്പിരിറ്റ് ദാറ്റ് ലെഡ് കലേബ് വാസ് എ ഡിഫറെൻറ്റ്. അവനെ നയിച്ച ആത്മാവ് വ്യത്യസ്തമായിരുന്നു. അതാണ് മോസസ് പറയണത്, അങ്ങ് ഞങ്ങളെ കൂടെ വന്നാൽ. അപ്പോൾ എന്താ സംഭവിച്ചത്? ഒറ്റുനോക്കാൻ പോയപ്പോഴേ എങ്ങനെയാണ് കാനാൻ ദേശം ഏൽപ്പിച്ചു കൊടുത്തത്? വാഗ്ദാനങ്ങൾ വിശ്വസ്തനായവൻ വാക്ക് പാലിച്ചതാണ്. അവൻ അവരുടെ കൂടെ പോയതാണ്. എൻ്റെ ദൈവമേ, അവൻ്റെ വാഗ്ദാനങ്ങൾ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് നീ ഉടമ്പടി ചെയ്തിരിക്കുന്നത്. നിൻ്റെ ഉടമ്പടി ചെയ്യുമ്പോൾ അതിൻ്റെ അൾട്ടിമേറ്റ് റിസൾട്ട് എന്ന് പറയുന്നത് ദ പ്രസൻസ് ഓഫ് ഗാഡ്. കർത്താവ് നിൻ്റെ കൂടെ വരും. കൈയിടിച്ച് കർത്താവ് കർത്തൃസന്നിധിയിൽ എത്തപ്പെട്ടിരിക്കുന്ന ഈ വിശുദ്ധമായ നിമിഷങ്ങളെ ഓർത്ത് നന്ദി പറയുക. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ, യേശുവേ, സ്തുതി, ഹല്ലേലൂയ.
കർത്താവേ, നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. ആ സാന്നിധ്യം ഓരോ മക്കൾക്കും സംലഭ്യമാക്കണമേ. കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന വലതുകരം, അണിപ്പെടുതാർന്ന അത്ഭുതകരം ഓരോ മകൻ്റെ മേലും മകളുടെ മേലും വയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രദ്ധിക്കട്ടെ. അങ്ങയുടെ അനുഗ്രഹത്തെക്കാൾ വലുതാണ് അങ്ങയുടെ സാന്നിധ്യം. ഈ സാന്നിധ്യത്തിൻ്റെ വാഗ്ദാനത്തിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ രോഗികളെയും കർത്താവേ, നിൻ്റെ സാന്നിധ്യത്തെ സൗഖ്യമാക്കണമേ. നിൻ്റെ അണിപ്രതാർന്ന വലതുകരം, തിരുമുറുവാർന്ന അത്ഭുതകരം ഉദരരോഗികളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങനെ അണിപ്രതാർന്ന വലതുകരം, തിരുമുറുവാർന്ന അത്ഭുതകരം ശ്വാസകോശങ്ങളുടെ രോഗികളുടെ മേൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദരരോഗങ്ങൾ, ക്യാൻസർ രോഗങ്ങൾ, ശ്വാസകോശ രോഗങ്ങൾ, ഹൃദയരോഗങ്ങൾ, കരൾ രോഗങ്ങൾ കർത്താവിൻ്റെ രക്തത്താൽ കഴുകപ്പെടട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന വലതുകരം, ആണിപ്രതാർന്ന അത്ഭുതകരം നടുവേദനയുള്ളവരെ സ്പർശിക്കണമേ. കർത്താവേ, നടുവിന് ബെൽറ്റ് കെട്ടിക്കൊണ്ട് നടക്കുന്നവരെ സ്പർശിക്കണേ. കർത്താവേ, കുരിഞ്ഞോ നിവരാനോ കിടക്കാനോ തിരിയാനോ അറിയാനോ പറ്റാതെ അസ്ഥികളുടെ വേദനകളും ദ്രവിപ്പുള്ളവരെ സ്പർശിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ അസ്ഥിരോഗികളും അസ്ഥിക്കുഴകൾ വിഷമമുള്ളവരും വേദനിക്കുന്നവരും നടുവേദനയുടെ രോഗികളും ഈ നിമിഷം യേശു നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. തൈറോയ്ഡ് ക്യാൻസർ ഉള്ളവരെ കർത്താവേ, അതുപോലെ തന്നെ കർത്താവെ ടോൺസൈറ്റ് രോഗികൾ, സ്പോണ്ടിലോസിസ് രോഗികൾ, പിൻകഴുത്തിന് വേദനയുള്ളവർ, ഇടുപ്പലിന് വേദനയുള്ളവരെ എല്ലാ സന്ധിബന്ധങ്ങളും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. എല്ലാ മാംസപേശികളും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവെ, ബ്രസ്റ്റ് ക്യാൻസർ മൂലം കർത്താവെ വേദനപ്പെടുന്നവരെ അവരെ നീ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ വിശുദ്ധമായ രക്തം ബ്രസ്റ്റിൻ്റെ എല്ലാ കോശങ്ങളിലും പെശുകളിലും കർത്താവിൻ്റെ രക്തം നിറയട്ടെ. ഏറ്റവും വലിയ കീമോയായ കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്തെ ക്യാൻസർ രോഗികൾ യേശുനാമത്തിൽ സ്നാനം ചെയ്യപ്പെടട്ടെ. യേശുവിൻ്റെ വിശുദ്ധ രക്തം ഉള്ളം കാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ രക്തം നിറയട്ടെ. കർത്താവിൻ്റെ രക്തം നിറയട്ടെ. മാരക രോഗങ്ങൾ, തീരവേദികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ, ശ്രദ്ധിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവേ, വെള്ളപ്പാണ്ടുള്ളവര്, ശരീരത്തില് ചിരങ്ങും ചൊരികളുമുള്ളവര്, ത്വക്ക് രോഗമുള്ളവര്, വിസർപ്പ രോഗികള്, സോറിയാസിസ് രോഗികള്, കർത്താവേ, നിന്റെ വിശുദ്ധമായ രക്തത്താൽ മക്കളെ സ്നാനം ചെയ്യിക്കണമേ. കർത്താവേ, പ്രഭാഷകനിലൂടെ കർത്താവ് 16:12 പ്രാർത്ഥിക്കുന്ന മരുന്നോ ലേവനുമല്ല, അങ്ങയുടെ വചനമാണ് മക്കൾ സുഖപ്പെടുന്നത്. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അവിടുത്തെ വിശുദ്ധമായ രക്തത്തിൻ്റെ സ്നാനത്താൽ മാരക രോഗങ്ങൾ, തീരവ്യാധികൾ സൗഖ്യമാകട്ടെ. ശ്രദ്ധിക്കട്ടെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. ഉദരാശയത്തിൽ വേദനയുള്ളവർ, ഗർഭാശയത്തിൽ വേദനയുള്ളവർ, സിസ്റ്റുള്ളവർ, ഫെല്ലോപ്പെട്ട ട്യൂബ് ബ്ലോക്കായിരിക്കുന്നവർ, ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവർ, അണ്ടവാഹിനിയിൽ സിസ്റ്റമുള്ളവർ, അണ്ടാശയത്തിൽ സിസ്റ്റമുള്ളവർ ഒക്കെ അവിടെ എല്ലാം കൈകൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. മക്കളില്ലാത്തവർ അടിവയറ്റി കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. കർത്താവേ, അങ്ങയുടെ വിശുദ്ധ പൗരോഹിത്യത്തെ ഇപ്പോൾ മഹത്വപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ അമ്മ, പരിശുദ്ധ അമ്മ ദേവമാതാവ് പ്രത്യക്ഷപ്പെട്ട അൾത്താറിൽ അങ്ങ് ജീവനോടെ ജ്വലിച്ച് ദിവ്യകാരുണ്യമായി
ഉയർന്നു നിൽക്കുന്ന ആരാധ്യമായ നിമിഷങ്ങളിൽ ദൈവകൃപ മഴയായി ചൊരിയട്ടെ. ദൈവകൃപ മഴയായി ചൊരിയട്ടെ. ഓൺലൈനിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേലും ഇവിടെ തീർത്ഥാടനത്തിൽ പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേലും ഉള്ളംകാലം മുതൽ ഉച്ചവരെ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. എല്ലാ ആമാശയ രോഗങ്ങളും, കുടൽ രോഗങ്ങൾ, അൾസർ രോഗങ്ങൾ, ആർഎസ്എസ് രോഗങ്ങൾ, പിസ്റ്റുല രോഗങ്ങൾ, പിസിഒഡി രോഗങ്ങൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സ്തുതിക്കട്ടെ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കരൾ രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. കളർ വ്യത്യാസമുള്ളവരെ, വീക്കമുള്ളവരെയും സ്പർശിക്കണമേ. ശ്വാസകോശം ചുരുങ്ങിപ്പോകുന്നവരെ സ്പർശിക്കണമേ. ബ്രെയിൻ ചുരുങ്ങിപ്പോകുന്നവരെ സ്പർശിക്കണമേ കർത്താവെ. കിഡ്നി ചുരുങ്ങിപ്പോകുന്നവരെ സ്പർശിക്കണം കർത്താവെ. നിന്റെ വിശുദ്ധമായ രക്തത്താൽ, നിന്റെ വിശുദ്ധമായ വലംകരങ്ങളാൽ കർത്താവേ ചുരുങ്ങിപ്പോകുന്ന മുഴുവൻ അവയവങ്ങളുടെ മേൽ കർത്താവിൻ്റെ വലതുകരം പതിക്കട്ടെ. I command you in the name of Jesus Christ to be healed. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മനസ്സിൽ മൗനമായി പ്രാർത്ഥിക്കേണ്ടതാണ്. ഇവിടെ വിളിച്ചു പറയാത്ത രോഗങ്ങളെ ഓർത്ത് സമർപ്പിക്കേണ്ടതാണ്. അസ്ഥി ഉരുക്കമുള്ളവർ, അറിയാതെ മൂത്രവും മലവും രക്തവും ഒക്കെ പോകുന്നവർ, സ്രാവരോഗികൾ, കൺട്രോളില്ലാതെ പോകുന്നവർ, അവരെല്ലാം അടിവയറ്റി കൈവച്ചുകൊണ്ട് കർത്താവിൻ്റെ കണ്ണീരോടെ അവിടെ സ്പർശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക. മൂത്രത്തിന് പകരം പ്ലാസ്റ്റിക് ട്യൂബുകളൊക്കെ ഉപയോഗിക്കുന്നവർ, കിടപ്പിലായപ്പോൾ രോഗികളെ ഇപ്പോൾ ഓർത്ത് കർത്താവിൻ്റെ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥത്തിൽ ഈശോയ്ക്ക് കൈയേൽപ്പിക്കുക. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ നീ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. കണ്ണിന് കാഴ്ചക്കുറവുള്ളവരെ സ്പർശിക്കണമേ കർത്താവേ. മുടിക്കൊഴിഞ്ഞു പോകുന്നവരെ സ്പർശിക്കണം. ചെവിക്ക് കേൾവിക്കുറവുള്ളവരെ കർത്താവെ സ്പർശിക്കണമേ. ശരീരത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അവയവങ്ങൾക്ക് പ്രഷർ പോകുന്നവരെ, കുറയുന്നവരെ സ്പർശിക്കണമേ കർത്താവേ. കടുത്ത ഷുഗർ രോഗികളെയും പ്രഷർ രോഗികളെയും സ്പർശിക്കണമേ കർത്താവേ. ഉറക്കമില്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവേ. അടിപ്പിണർ പോലെ വൈദ്യാഘാതം ദൈവികമായ ശക്തി മാരക രോഗങ്ങളെ എടുത്തു മാറ്റട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. കൈകൾ കൂപ്പി കർത്താവിനെ തന്നെ കണ്ണ് തുറന്ന് നോക്കി നിങ്ങളുടെ ജീവിതാവസ്ഥകളിലേക്ക് അമ്മമാതാവിൻ്റെ മാധ്യസ്ഥം യാചിച്ച് ഇവിടെയുള്ളവരും ഓൺലൈനിലുള്ളവരും ജാഗ്രത പാലിക്കുക. കർത്താവെ, ജോലിയില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈശോ, കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ടവരെ, ഏജ് ഓവറായിപ്പോയതിൻ്റെ പേരിൽ തിരിച്ച് വിളിക്കാത്തവരെ, കർത്താവ് വിസയ്ക്കെടുത്ത് പോയിട്ട് വിസിറ്റിംഗ് വിസയ്ക്ക് പോയിട്ട് അവിടെ അകപ്പെട്ടു പോയവരെ, 3 പ്രാവശ്യം പുതുക്കിയതിന് ശേഷം ഇപ്പോൾ വീട്ടിൽ നിന്ന് കാശ് അയച്ചു കൊടുത്തുകൊണ്ട് ഭക്ഷണത്തിനുള്ള കാശ് വീട്ടിൽ നിന്ന് അയച്ചു കൊടുത്തുകൊണ്ട് ഇരിക്കുന്ന അവസ്ഥകൾ, കർത്താവ് ഈ സെപ്റ്റംബർ ഇൻടേക്കിന് കിട്ടാത്ത അഡ്മിഷൻസ് ജനുവരി ഇൻടേക്കിലേക്ക് വെച്ചിരിക്കുന്നത് എല്ലാം സമർപ്പിക്കുന്ന കർത്താവേ, കർത്താവെ, ജോലി കിട്ടിയതിന് ശേഷവും പല ടെക്നിക്കലായുള്ള സർവീസ് നിയമപരമായ പ്രശ്നങ്ങൾ വിഷമിക്കുന്നവരെ അവരെല്ലാം അങ്ങേക്ക് ഏൽപ്പിക്കുന്ന കർത്താവെ, അർഹതപ്പെട്ട പണം പെൻഷനായാലും മറ്റു വിധത്തിലായാലും കൈമോശം വന്നതും മറ്റുള്ളവർക്ക് കൊടുത്തതും കിട്ടാത്തതിൻ്റെ പേരിൽ വേദനിച്ച്
നിത്യവൃത്തി പോലെ വിഷമിക്കുന്ന ആൾക്കാരെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഇപ്പോൾ പുതുതായിട്ട് പരീക്ഷ എഴുതാൻ പോകുന്ന മക്കൾ, പ്രൊഫഷണൽ പരീക്ഷകൾക്ക് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ, അതിൻ്റെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നവർ, റീവാലുവേഷന് കൊടുത്തിരിക്കുന്നവർ എല്ലാവരെയും ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വലിയ കടങ്ങളിൽ പെട്ടിരിക്കുന്നവർ, വലിയ കടങ്ങളുടെ ജപ്തി നടപടി നേരിടാൻ പോകുന്നവർ, അതിൻ്റെ പേര് സ്ഥലം വിൽക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, സ്ഥലം വിറ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്നവർ, പാകോടമ്പടി നടക്കാത്തവർ, പാകോടമ്പടി നടക്കാൻ സാങ്കേതികമായ നിയമ തടസ്സമുള്ളവർ, അവരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ. വിവാഹ തടസ്സമുള്ളവർ, വിവാഹം നടക്കാത്തവർ, വിവാഹം നടക്കുന്ന തടസ്സങ്ങൾ, പലതരത്തിലുള്ള തടസ്സങ്ങൾ നിലനിൽക്കുന്നവർ എല്ലാവരും സമർപ്പിച്ചും കർത്താവേ. കേസിലകപ്പെട്ടിരിക്കുന്നവർ, ജയിലിൽ കിടക്കുന്നവർ, വിദേശത്തും സ്വദേശത്തും ജയിലിൽ കിടക്കുന്നവർ, അവിടെ കണ്ണുനീര് നീ കാണണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ. എല്ലാ ചങ്ങലകളും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മുറിഞ്ഞു മാറട്ടെ. ശ്രുതികട്ടെ, ശ്രുതികട്ടെ. മൗനമായി പ്രാർത്ഥിക്കേണ്ടതാണ്. ജീവിത ദുരിതങ്ങൾ, ജീവിത സഹനങ്ങൾ, സാങ്കേതിക കുരുക്കുകൾ എല്ലാം സമർപ്പിച്ച് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. പരിശുദ്ധാമ്മ നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്ന സമയമാണെന്ന് ഓർത്തുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. ഇരിക്കുക. അമ്മയുടെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മെ വിഷമിപ്പിക്കുന്ന എല്ലാ മേഖലകളും ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി എന്നെയും എൻ്റെ കുടുംബത്തെയും ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ആവേ